നമ്മൾ പിടിച്ചെടുത്ത സ്ഥലം തിരിച്ചു കൊടുക്കരുതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി ഏത് പാർട്ടി എന്നുള്ളതെല്ലാം നമുക്ക്. അതുകൊണ്ടാണ് ഞാൻ ആ വോയിസ് അവിടെ ഇട്ടു. അതുകൊണ്ട് ഒരാളും വാജ്പേയിയുടെ സൗണ്ട് കൂവാനോ നിന്നില്ല, ഒന്നും ചെയ്യില്ല. അവിടെ കയ്യടിയായിരുന്നു. അവിടെ ഭാരത് മാതാക്കി ജയെന്നും വിളിച്ചു. സോ ദാറ്റ് ഈസ് വാട്ട് ഐ വാണ്ടഡ് ടു ജനറേറ്റ്. കണ്ടു. അതിനകത്ത് ഈ എന്താ പറയാ, ഇന്ത്യ പാട്രിയോട്ടിസം ജനറേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് ആ പടം കണ്ടിട്ട് ഒരു പാട്രിയോട്ടിസം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം ബ്രിട്ടീഷേഴ്സിന്റെയും ഇതൊക്കെ നമുക്ക് അറിയാവുന്നൊരു സംഭവമാണ്. ആ ഏജിലോട്ടങ്ങ് പോയിട്ട് അവിടുത്തെ പാട്രിയോട്ടിസം അന്നത്തെ സ്വാതന്ത്ര്യ സേനാനികൾക്ക് മാത്രമേ ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇന്നത്തെ പ്രസന്റ് സിനാരിയോ എന്ന് പറയുന്നത് ഇന്നത്തെ നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരെ ഫേസ് ചെയ്യുന്ന ടെററിസമാണ്. ആ ടെററിസത്തിന് മൂലം എവിടെ നിന്നാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് പാകിസ്ഥാനാണ്. അപ്പൊ എന്തും എഗൻസ്റ്റ് പാകിസ്ഥാനായിട്ട് വരുന്ന സമയത്ത് അത് ഭാരത് മാതാക്കി ജയ് എന്നുള്ളത് തിയേറ്ററിനകത്ത് കീർത്തിചക്ര കഴിഞ്ഞിട്ടും വിളിച്ചിട്ടുണ്ട്. അതിൽ ഹിന്ദു ഉണ്ടായിരുന്നു, മുസ്ലിം ഉണ്ടായിരുന്നു, ക്രിസ്ത്യാനി ഉണ്ടായിരുന്നു. അവൻ വിളിച്ചിട്ടുണ്ട്. കാരണം അങ്ങനെ നമ്മൾ കൊണ്ട് ഇരുത്തിക്കഴിഞ്ഞാൽ അവൻ വിളിച്ചോളും. because that is the kind of spirit you got to generate. അത് ഞാൻ ഹരിഹരൻ സാറായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഷൂട്ടിങ്ങിലും പലയിടത്തും പല പ്രശ്നങ്ങളും അദ്ദേഹം ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞതെന്താ വെച്ചാൽ പലയിടത്തും ഇത്രയും ടെററിസം ഇന്നത്തെ പ്രസന്റ് ജനതയ്ക്ക് അങ്ങനെയുള്ളൊരു ഇതിന്ന് ഒരു സ്പിരിറ്റ് എനിക്ക് വരും തോന്നുന്നില്ല. പക്ഷെ അവിടെ വന്നിട്ടുണ്ട്. ലഗാൻ എന്ന സിനിമയ്ക്കകത്ത് വന്നിട്ടുണ്ട്. അതെന്താ വെച്ചാൽ നമ്മൾ ബ്രിട്ടീഷുകാരെ ബീറ്റ് ചെയ്ത് കാണിക്കുന്നത്. ഇവിടെ പഴശ്ശിരാജ തന്നെത്താൻ ആത്മഹത്യ ചെയ്യുന്നതാണ് കാണുന്നത്. അവിടെ നമുക്കത് ആ സ്പിരിറ്റ് കയറുന്നില്ല. യെസ്, അത് അദ്ദേഹത്തെ പോലുള്ള ഒരാള് അങ്ങനെ ചെയ്തു എന്ന് പറയുന്ന സമയത്ത് എനിക്ക് അത് ക്രിട്ടിസൈസ് ചെയ്യാനൊന്നുമില്ല. ബിക്കോസ് അദ്ദേഹം ഇറ്റ് വാസ് എ സീസൺഡ്. അദ്ദേഹത്തിന് നമ്മളൊരു ചന്തു കണ്ടിട്ടുണ്ട്. അത് കണ്ടിട്ട് നമ്മളൊക്കെ തരിച്ചിരുന്നതാണ്. ഒരു കഥനെ എങ്ങനെ ടെസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് ചതിയൻ ചന്തുവിന്റെ മുകളിൽ നമുക്കൊരു സ്പിരിറ്റ് കയറാൻ കാരണമുണ്ടായി. കാരണം അതൊരു സ്ക്രീൻ പ്ലേ ആണ്. പക്ഷെ ഇതിനകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഐ വാസ് ഇംപ്രസ്ഡ് അബൌട്ട് ദ മേക്കിംഗ് പാർട്ട് ഓഫ് ഇറ്റ്. അല്ലാതെ എനിക്ക് വേറൊന്നും ഐ എം നോട്ട് മച്ച് ഇൻവോൾവ് ഇൻ ദാറ്റ്. ബിക്കോസ് എനിക്ക് അറിയില്ല ഈ കഥ സത്യം പറഞ്ഞു. പഴശ്ശിരാജ അത് ഞാൻ ഹരിഹരൻ സാറായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഷൂട്ടിങ്ങിലും പലയിടത്തും പല പ്രശ്നങ്ങളും അദ്ദേഹം ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞതെന്താ വെച്ചാൽ പലയിടത്തും ഇത്രയും പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ട് ഞാൻ ഈ പടം പുറത്തു കൊണ്ടുവന്നത് എന്റെയും എൻറ്റിയുടെയും കൂടുതൽ കൂട്ടായ്മ കൊണ്ട് മാത്രമാണ്. സോ ദാറ്റ് ലീവ് ഇറ്റ് ടു ദം ബിക്കോസ് ദേ ആർ ക്വൈറ്റ് സീനിയർ ടു ബി ക്രിട്ടിസൈസ്ഡ് ഓൺ ദിസ് തിങ് ബിക്കോസ് ദേ ഹവ് പ്രൂവ്ഡ് ഇറ്റ്. ബട്ട് സംടൈംസ് പ്രൂവ്ഡ് പീപ്പിൾ ഓൾസോ മേക്ക് മിസ്റ്റേക്സ്. ഞാൻ എന്റെ മിഷൻ 90 കേസ് മിസ്റ്റേക്ക് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഫാൻസ് മനസ്സിൽ വെച്ചിട്ട് ഞാൻ ആ പടം ചെയ്തിരുന്നെങ്കിൽ ഇവിടെ പിന്നെ ബിഗ് സക്സസ്. സോ സംടൈംസ് യു കനോട്ട് ഗോ. സോ അതുകൊണ്ടാണ് കാന്താർ എന്നുള്ള സിനിമ ഞാൻ ഫിക്ഷൻ ആക്കുകയാണ്. കമാൻഡോസ് കയറി അടിച്ച് പടം പ്ലെയിനെ തിരിച്ചു കൊണ്ടുവരുന്നു. ആക്ച്വൽ നടന്നത് എന്താണെന്നുള്ളത് ഞാൻ കാണിക്കുന്നില്ല. ബിക്കോസ് പക്ഷെ ആക്ച്വൽ ഇവിടെ നടന്നുള്ള പ്രഷറും കാര്യങ്ങളെല്ലാം ഐ എം ഷോയിങ് കാണിക്കുന്നു. വളരെയധികം പ്രഷർ ഉണ്ടായിരുന്നു. പക്ഷെ ആ പ്രഷറിനൊന്നും ഒരു ഗവൺമെന്റ് എന്നുള്ള നിലയ്ക്ക് സക്കം ചെയ്യാൻ പാടില്ല. ഇന്ന് അമേരിക്ക എന്നുള്ള രാജ്യത്തിന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കൺട്രീസ് റെസ്പെക്ട് കംസ് ഫസ്റ്റ്. അവിടെ നിങ്ങൾ യൂണിഫോം ഇട്ടിട്ടുണ്ടോ എന്നുള്ളത് നോക്കണ്ട. പക്ഷെ അവിടുത്തെ ഏതൊരു ഇൻഡിവിജ്വലും 2 വർഷം മിലിറ്ററി സർവീസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അവർക്ക് ആ ഒരു സ്പിരിറ്റ് ഉണ്ടാവും. ഇവിടെ പച്ചക്കറിയിൽ നിന്ന് വിറ്റുകൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിയെടുത്തുകൊണ്ട് നടക്കുന്ന വൃത്തിയായിട്ടൊരു രാജ്യത്തിനെ പറ്റിയിട്ടുള്ള ചിന്ത രണ്ടാമത് വരുന്നുള്ളൂ. ഞാൻ എന്റെ വീട് എന്റെ കുടുംബക്കാരെന്ന് വിചാരിക്കുന്നവരാണ് ഇവിടുത്തെ ജനങ്ങൾ. അവരുടെ ഉള്ളിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് സ്പിരിറ്റ്. ഫോർഗെറ്റ് അബൌട്ട് യുവർ നിങ്ങളുടെ വീട്. നിങ്ങൾ ആദ്യം നിങ്ങളുടെ വീടിനെ മാത്രം കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾ താമസിക്കുന്ന വില്ലേജ് അതിനെപ്പറ്റി ചിന്തിക്കും. ആ വില്ലേജിനകത്ത് നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ ആ വില്ലേജിനകത്ത് നിങ്ങളുടെ വീടുമുണ്ട്. ഇതുപോലെ എല്ലാവരും വിചാരിച്ചു കഴിഞ്ഞാൽ ആ വില്ലേജ് എല്ലാം കൂടെ ചേരുന്നതാണ് ഒരു ഇന്ത്യ എന്നുള്ള രാജ്യം. അപ്പോഴാണ് ആ രാജ്യത്തിന്റെ സ്പിരിറ്റ് വരുന്നത്. So you should forget about what is happening to my son and my wife and my father. No. You should lead for the society. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരുണ്ടായിരിക്കും നിങ്ങളുടെ അമ്മയച്ഛനെയും നോക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അവസാനം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവര് കരഞ്ഞു ശാതാവും കഴിഞ്ഞു പോയി. That's all. Nobody will remember. Whereas a man who does anything for the society, the whole society will remember him. മറ്റു വീട്ടിലൊക്കെ okay അത്ര. No, this is what is required. Patriotism doesn't come free of cost. It is with a sacrifice. That sacrifice will be your self-enjoyment.
Now, I can tell you that me and my wife and my son, I never cared for them. My wife and my son. I was in commandos. So my relation is very, if you are there, you are there. I am working for the country. Country comes first. If you want to accept me as an husband and father, accept it. അത് ഇത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മോഹൻലാലിന്റെ ക്യാരക്ടർ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്റെ തന്നെയാണത്. കാരണം ബിക്കോസ് എന്റെ ഫാദർ, ഈവൻ ഫാദറിനോട് ഇൻസ്റ്റന്റ് ഇസ് മൈ ലൈഫ്. സോ ഐ ഷോ എവറിഥിങ് വിത്ത് മൈ എക്സ്പീരിയൻസ്. സോ അതുകൊണ്ടാണ് എനിക്കൊരു ഇന്റർവ്യൂക്കകത്തും അല്ലെങ്കിൽ എവിടെയും ഐ ഡോണ്ട് ഹാവ് ടു തിങ്ക്. ഈ ഒരു ആർട്ടിസ്റ്റും യു കനോട്ട് കമ്പയർ വിത്ത് എനിബഡി. മോഹൻലാലിനെ പൃഥ്വിരാജിന്റെ കൂടെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. മോഹൻലാലിനെ കലാഭവൻമണിയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ മോഹൻലാലിനെ മമ്മൂട്ടിയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. എവറി ആർട്ടിസ്റ്റ് ഈസ് ദെയർ ഓൺ വേ. ഇപ്പൊ മോഹൻലാലിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് ഇസ് ഡിഫറെന്റ്. So comparing is now experience is nothing. Whatever I wanted, I got it from both the actors. Now it is up to the public to judge that what is or a character. But Mammukante character എന്ന് പറയുന്നത് മറ്റേ ശിവശങ്കരൻ, മേജർ ശിവറാം എന്നുള്ള ക്യാരക്ടർ, അത് അങ്ങനെയുള്ള ക്യാരക്ടറാണ്. വെരി സട്ടിലായിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. അയാളുടെ ഒരു ഫ്രസ്ട്രേഷൻ കാര്യങ്ങൾ. പക്ഷെ കമാൻഡോ സീക്വൻസ് എന്ന് പറയുന്ന സമയത്ത് അത് മോഹൻലാൽ ചെയ്യുന്ന ആ ഒരു റോള് അത് ചിലപ്പോൾ മമ്മൂക്കനെ കൊണ്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ലായിരിക്കും. ചിലപ്പോൾ മമ്മൂക്ക ചെയ്യുന്ന ആ റോള് ചിലപ്പോൾ മോഹൻലാൽ അതുപോലെ ഈക്വൽ ആയിട്ട് വന്നു എന്ന് വരില്ലായിരിക്കും. സോ ഫോർ മീ ബോത്ത് ആക്ടേഴ്സ് വെരി വെരി കംഫർട്ടബിൾ ടു വർക്ക് വിത്ത്. ദാറ്റ് ഈസ് വാട്ട് എ ഡയറക്ടർ ഇസ് കൺസേൺ. ലാലേട്ടനെ പറ്റി പറയുമ്പോൾ കുറച്ചു പേരെങ്കിലും പറയുന്ന ഒരു വിമർശനമാണ് പുള്ളിയുടെ ഫിസിക്സ് ഒരു സൈനികന് ചേരുന്നതല്ല. ഓക്കെ, നിങ്ങൾ പട്ടാളത്തിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഒരു കോൾ വന്ന് കേണൽ ദില്ലന്റെ കോളായിരുന്നു. ഞാൻ ഇവിടെ നാളെ കാലത്ത് വിളിക്കാൻ വന്നു. അവന് ലാലിനേക്കാൾ 2 ഇരട്ടി സൈസ് ഉണ്ട്. സോ ഇറ്റ് ഇസ് നോട്ട് ദ സൈസ് വാട്ട് യു ആർ സീയിങ്. നിങ്ങൾ സിനിമയിൽ കാണുന്ന വെറും ഫ്രീക്ക് ആൻഡ് ഫിൽ അതല്ല, അവിടെ എത്രയോ ആൾക്കാരും കാണും. പക്ഷെ അവന്മാരും നല്ല വർക്ക് ചെയ്യുന്നുണ്ട്. സോ ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ആ ശരീരം നോക്കണ്ട. അദ്ദേഹം ചെയ്യുന്നത് കുരുക്ഷേത്രം എന്നുള്ള പടത്തിനകത്ത് പലപ്പോഴും ഷൂട്ട് ചെയ്യുമ്പോൾ അദ്ദേഹം ഓടുന്നതിന്റെ കൂട്ടത്തിൽ ഇവരെ പോലുള്ള ആൾക്കാർക്ക് ഓടിയെത്താൻ സാധിച്ചിട്ടില്ല, ചെറുപ്പക്കാർക്ക്. സോ പലപ്പോഴും എനിക്ക് ക്യാമറ ചേസ് ചെയ്യാൻ പറ്റില്ല. ലാലങ്ങ് ഗ്രൂപ്പ് വിട്ടങ്ങ് പോവാണ് മുമ്പിലേക്ക്. അതെന്താന്ന് വെച്ചാൽ ലാലങ്ങ് പോവാണ്. അപ്പൊ ശരീരമല്ല, ഇത് മനസ്സിന്റെ വിൽ പവറാണ്. എന്റെ ശരീരം ഒരു 72 കിലോ ആയിരിക്കും. ബട്ട് ഐ ക്യാൻ ഫൈറ്റ് വിത്ത് ആൻ എലിഫന്റ് വെൻ യു ഗോട്ട് വിൽ പവർ. സോ ഞാനിങ്ങനെ ഒരു കമാൻഡോ വർക്ക് ചെയ്തിട്ടുള്ളത് എന്നെക്കാൾ എത്രയോ ടഫായിട്ടുള്ള ലുക്കിംഗ് ടഫായിരിക്കും. പക്ഷെ മെന്റലി ഐ വിൽ ബി മച്ച് ടഫർ ദാൻ ദം. സോ മെന്റൽ ടഫ്നെസ് ഈസ് മച്ച് അബവ് ദാൻ യുവർ ഫിസിക്കൽ ടഫ്നെസ്. സോ ദാറ്റ് ഈസ് വാട്ട് ഐ ബിലീവ് ആൻഡ് ഐ പ്രിഫർ ഇങ്ങനെയുള്ള റോളുകൾ. ഇപ്പം ഈ കാണ്ടാട് ചെയ്യുന്ന സമയത്താണെങ്കിലും ശരി, ഐ നോ ദാറ്റ് ടൈം ലാൽ വിൽ കം വിത്ത് ദാറ്റ് പ്രിപ്പറേഷൻ. സോ വി ആർ ഡൂയിങ് സീക്വൽ. അതിപ്പം ഞങ്ങളിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും കൂടെ ഞാൻ 1-ാം തീയതി ജയൻജിയുടെ ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു. സോ ദേ വിൽ ഗിവ് മീ ഇൻഫർമേഷൻ വിത്തിൻ ഫിക്സ് ആയിട്ടില്ല. അതുപോലെ ഈ ടെറിട്ടോറിയൽ ആർമിയെ പറ്റി ഇങ്ങനെ പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതായത് ഈ ഇത്രയും ഫിലിംസിൽ അഭിനയിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഒരു. ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് ഫിലിംസിൽ അഭിനയിക്കാന്നുള്ളത്. ഇറ്റ് ഈസ് ക്രൈറ്റീരിയ അങ്ങനൊന്നുമില്ല. 2 സിനിമകളിൽ ആർമിക്കാർ കാണാൻ ഇടയായിട്ടുണ്ട് ആർമി ഹെഡ് ക്വാർട്ടേഴ്സിൽ. അവരത് കണ്ടതിന് ശേഷം ലാലിന്റെ അടുത്ത് ചോദിച്ചാണ് വുഡ് യു ലൈക്ക് ടു ജോയിൻ ദ ടെറിട്ടോറിയൽ ആർമി എന്ന് വെച്ചത്. ടെറിട്ടോറിയൽ ആർമിയിൽ ലാലിനെ പോലുള്ള ഒരു സെലിബ്രിറ്റി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ മൊറാൽ ബൂസ്റ്റിംഗ് ഫാക്ടർ ഫോർ ദ ആർമി. സോ ആർമി റിക്വസ്റ്റഡ് ലാൽ ടു ജോയിൻ. വെൻ ഉണ്ട്, കൺസിഡർ ഇല്ല. അമിതാഭ് ബച്ചൻ കൺസിഡർ ഉണ്ടായിരുന്നു. റിജക്ട് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പേരിൽ ക്രിമിനൽ കേസ് കിടപ്പുണ്ട്. അമിതാഭ് ബച്ചന്റെ പേരിൽ ഫ്രോഡ് കേസ് കിടപ്പുണ്ട്. ആർമി ഡസൻ ടേക്ക് എനിബഡി ഹു ഹാസ് ഗോട്ട് എനി ബാഡ് സ്റ്റിഗ്മ. മറ്റേ ഇയാൾക്ക് നാനാ പട്ടേക്കർ ഹാസ് ഗോട്ട് എ ക്രിമിനൽ കേസ്. ലാൽ ഡസൻ ഹാവ് ദിസ് തിങ്. ഇതിനെല്ലാം കംപ്ലീറ്റ് എൻക്വയറി കഴിഞ്ഞിട്ടാണ് ഇവർ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ് ഹൂസ് ഓവർ അമിതാഭ് ബച്ചൻ ആണെന്ന് പറഞ്ഞാൽ അയാൾക്ക് കിട്ടുമെന്നുള്ളത്. കിട്ടില്ല. If you got any police case against you, you will not get it. Lal doesn't have anything like that. ഞാൻ ഫ്യൂച്ചർ പ്രൊജക്ട് എന്ന് പറയുന്നത് ബേസിക്കലി ഐ ഡോണ്ട് ടേക്ക് ലോട്ട് ഓഫ് അഡ്വാൻസ് ഓർ കീപ് സെറ്റിംഗ്. ഞാൻ ഈ ഇത് കഴിഞ്ഞിട്ട് പിന്നെ